തെരഞ്ഞെടുപ്പ് രംഗം സജീവമായതോടെ ആലപ്പുഴയിലെ പ്രധാന നേതാക്കൾ പ്രചാരണ തിരക്കിലാണ്. കോൺഗ്രസ് നേതാവ് എ ഷുക്കൂറിനൊപ്പം ശ്രീനിത കൃഷ്ണൻ ചേരുകയാണ്. നമ്മുടെ കുരായിണി. പറയൂ ശ്രീനിത, കാര്യങ്ങൾ. അപ്പൊ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എസ് കെ. അപ്പൊ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ ഇന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രമല്ല, പൂർണ്ണമായിട്ടും ചിത്രം തെളിയുന്ന ദിവസമാണല്ലോ. അപ്പോൾ നേതാക്കളെയും സ്ഥാനാർത്ഥികളൊക്കെ ഓടിച്ചിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സ്വന്തം ഷുക്കൂർക്ക. ഹലോ. ഹലോ. നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. ഇത് ചെറുപ്പായിട്ട് വരാണല്ലോ. ചെറുപ്പാണ്ടേ. അപ്പൊ ചെറുപ്പമാണ്. ചെറുപ്പാണ്, അതാണ് പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെറുപ്പം നിലനിർത്തുന്നോണ്ടാണ് യൂത്തിൽ ആൾക്കാർക്ക് പരിഗണന കൊടുക്കണില്ല, യൂത്തിൽ ആൾക്കാർ പരാതി പറയുന്നത്? എല്ലാ യൂത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത് മുഴുവൻ. ഒന്നോ രണ്ടോ പേർക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തു കൊടുക്കാൻ കഴിയും. അതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. എന്തായാലും അതെല്ലാം പരിഹരിച്ചു പോകും. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോകും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ പറയണത് പോലീസിന്റെ കിട്ടിയ അടിയേക്കാളും വേദന ഇതുപോലെ പരിഗണന കിട്ടാണ്ടാവുമ്പോഴാണ്. അതെന്താ അങ്ങനെ വേദന? ആരാണ് അവർക്ക് ആ വേദന കൊടുക്കുന്നത്? തീർച്ചയായും വേദന ഉണ്ടാവും. വേദന ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വേദന ഉണ്ടാവും. അവർ അതുപോലെ പ്രവർത്തിച്ചു വരുന്നവരാണ്. ഞാനുമൊക്കെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചു വന്ന അങ്ങനെയാണ്. ആദ്യമായി ഒരു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത് ആ കാണുന്ന വാർഡിലാണ്, CV വാർഡ്. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മാത്രമാണ്. അങ്ങനെ കിട്ടിയ 88-ലാണെന്ന് ഓർക്കണം. അന്ന് ആകെ യൂത്ത് കോൺഗ്രസ് ഒരു സീറ്റ് കിട്ടി. INDUCക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടി. പക്ഷേ ഇത്തവണ കൂടുതൽ KSU യൂത്ത് കോൺഗ്രസ് ലീഡേഴ്സ് തെരഞ്ഞെടുപ്പിൽ KSU ലീഡേഴ്സ് ഉണ്ട്. ഇത്തവണ ഒരുപാട് പേരുണ്ട്. വേണ്ട, അവരോട് ഉപദേശിക്കാണ്, വേദനയൊന്നും വേണ്ട, ഞാനും ഈ വഴി. അവരായിരിക്കും അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഇത് നയിക്കാനും ഇതിൻ്റെതായ UDF നയിക്കുന്നത്, കോൺഗ്രസിനെ നയിക്കുന്നത് അവരായിരിക്കും. ഒരു സംശയം വേണ്ട. അതാണ് കോൺഗ്രസ്. നമ്മുടെ ഈ ഇലക്ഷൻ പ്രചാരണമൊക്കെ എങ്ങനെ ഉഷാറായി പോകുന്നു. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലത്തെ നഗരഭരണത്തിന്റെ വീഴ്ചകൾ, പോരായ്മകൾ എണ്ണി പറയാനുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിച്ച് അതിനു മുമ്പ് 5 വർഷം ഞങ്ങളുടെ ഭരണമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ വളർച്ച, പുരോഗതി, ഉയർച്ച, ജനക്ഷേമ പദ്ധതികളുടെ നിർവഹണം, ഇതിലെല്ലാം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. കാരണം ഇതിന് തമ്മിൽ ജനങ്ങൾ താരതമ്യം ചെയ്യും. ഒപ്പം ഗവൺമെന്റിന്റെ സ്ഥിതി അറിയാമല്ലോ. ഞാൻ പറയാൻ ഒരുപാടുണ്ട്. പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ജില്ലയുടെ കാര്യം എടുത്ത് നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണം കയ്യിലുള്ളത് LDFന്റെ ആണ്. അതെന്താ, നമ്മുടെ സ്ട്രാറ്റജി ഒന്നും അങ്ങോട്ട് ഫലിക്കാഞ്ഞിട്ടാണോ, അതോ അത് ഫലിപ്പിക്കാൻ വേണ്ടി കുറെ സ്ട്രാറ്റജി തവണ പുറത്തിറക്കുന്നുണ്ട്? അല്ല, അത് കള്ള സ്ട്രാറ്റജികൾ ഒരുപാടുണ്ട്. കുതന്ത്രങ്ങളാണെല്ലാം. അവിടെ സ്ഥാനാർത്ഥികളുടെ ലീഡർഷിപ്പിനെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അതെല്ലാം വ്യക്തമാകും. എല്ലാം തിരിമറി, തട്ടിപ്പ്, അട്ടിമറി, ആ രൂപത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴും ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുകയാണ്. പുറത്താക്കിയ ആൾക്ക് തന്നെ ചിഹ്നം കൊടുക്കുകയാണ്. ഇതെന്തൊരു കുതന്ത്രമാണ്! ഏത് രൂപത്തിലാണ്? ആളാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന ഒരുപാട് തിരിമറികൾ, ജനങ്ങളെ വശീകരിക്കാൻ തെരഞ്ഞെടുപ്പ് യന്ത്രം പോലും ഉപയോഗപ്പെടുത്തുന്നു, ദുരുപയോഗം ചെയ്യുന്നു. അതെല്ലാം ഞങ്ങൾ അക്കമിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെയും ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ടി വന്നാൽ കോടതിയിലേക്കാൻ പോകും. ഒരു സംശയം പിന്നല്ല. കുതന്ത്രങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഷുക്കൂർക്ക് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് പ്രചാരണം? വളരെ ഉഷാർ, നല്ല വൈബിലാണ് പോകുന്നത്. ഈ തവണ ആലപ്പുഴ നഗരം UDF പിടിക്കുന്ന കാര്യം യാതൊരു സംശയമില്ല. കാരണം മറ്റൊന്നുമല്ല, തൊട്ടടുത്തുള്ള തോട് കണ്ടല്ലോ. ഈ തോടിലൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒഴുകുന്ന കൃഷികളുണ്ടായിരുന്നു, ജമന്തി കൃഷികളൊക്കെ. ഇപ്പൊ ആ കൃഷികളൊന്നും കാണുന്നില്ല. എല്ലാം നാട് മൊത്തം നശിപ്പിച്ചിരിക്കുക. തീർച്ചയായും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വികസനം എന്ന് വെച്ചാൽ കെട്ടിട നിർമ്മാണങ്ങൾ മാത്രമല്ല, സമഗ്രമായിട്ടുള്ള വികസനമാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി പോകുന്ന, മനുഷ്യത്വമുള്ള പാൻ മസാല കച്ചവടം അല്ലാത്ത ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാൻ UDF മുന്നോട്ട് വരും. നല്ല വൈബ് ടീമാണ്. എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും, ചുമട്ടുതൊഴിലാളികളും, മത്സ്യത്തൊഴിലാളികളും എല്ലാം ഞങ്ങൾ എല്ലാവരും കൈയടിക്കാണ്. ആരെങ്കിലും ഇതിനെതിരെ പറയാനുണ്ടോ? ഒരു മനുഷ്യരും ഇല്ല. ആലപ്പുഴ വൈബ് തന്നെയാണ്, സംശയം വേണ്ട. ആലപ്പുഴ വൈബ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. 13 തീയതി വന്നോളൂ. ആലപ്പുഴ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. കാരുണ്യ നഗരമായിട്ട് ഞങ്ങൾ മാറ്റും ആലപ്പുഴ. സംശയം വേണ്ട. ശക്തി കേന്ദ്രം. ഞാൻ ആരെങ്കിലും എതിര് പറയണ്ടോ നോക്കിയപ്പോ ആരുമില്ല. ആരുമില്ല. ഓക്കെ. അപ്പൊ എല്ലാരും അഭിപ്രായം നമ്മൾ തേടി. അപ്പോ വൻ വൈബിലാണെന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം ഷുക്കൂർക്ക് പറയുന്നത് കുതന്ത്രങ്ങളൊന്നും ഏൽക്കില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കും. കോൺഗ്രസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു ഐക്യം ഏത് രീതിയിലുള്ള വിജയം അവർക്ക് സമ്മാനിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. SK.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.